ആദ്യമായിട്ട് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അലക്സേട്ടയുടെ മധുരം വെപ്പ് ചടങ്ങിനാണ്. ആദ്യം തന്നെ അലക്സേട്ടയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ അലക്സേട്ടയുടെ മമ്മിയെയും അച്ചാച്ചനെയും ക്ഷണിക്കുന്നു. അടുത്തതായി ഈ വേദി മനോഹരമാക്കാൻ വേണ്ടി നമുക്ക് ലിബിനച്ചനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെ പരിശുദ്ധന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളം കുരിശിന്റെ ഇതൊരു വലിയ കാര്യം. ഇതിനെ കളിയാക്കാൻ പറ്റത്തില്ല. വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഒരു കുരിശ് വരെയാ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണത്. അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നതിൻ്റെ എയിം എന്താണെന്ന് ഓൾറെഡി ഇവിടെ നമുക്കറിയാം. ഇവിടെ അലക്സും അഞ്ജുവും നാളെ വിവാഹിതരാകാൻ പോവുകയാണ്. നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുമ്പോൾ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നൊരു കടമയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കടമ. നാളെ അഞ്ജു ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. അഞ്ജു ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അവരുടെ ജീവിതമൊക്കെ ഒന്ന് ശരിയാക്കിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ പതുക്കെ ചെറിയ ഉപദേശമൊക്കെ തുടങ്ങും. അലക്സിനോടും ചില കാര്യങ്ങളൊക്കെ പറയും, അഞ്ജുവിനോടും ചില കാര്യങ്ങളൊക്കെ പറയും. നമ്മുടെ ഉദ്ദേശം എപ്പോഴും നല്ല രീതിയിൽ അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ അത് പലപ്പോഴും എത്തി നിൽക്കുക നല്ലൊരു കാര്യത്തിലായിരിക്കുകയല്ല. ഏതായാലും അലക്സിന് ഒരു വിവാഹപ്രായമായി, അലക്സിന് മച്യൂരിറ്റിയായി എന്ന് നമുക്കെല്ലാം ബോധ്യമുള്ളതുകൊണ്ടാണ് ഇന്ന് അലക്സ് ഇവിടെ ഈ മധുരവെപ്പിനിരുന്ന് നാളെ വിവാഹിതനാകാൻ പോകുന്നത്. അതേ മച്യൂരിറ്റി അലക്സിന് കാണും. അപ്പോൾ അവരുടെ ജീവിതം എന്താണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് അലക്സും അഞ്ജുവും മാത്രമാണ്. ഇവിടെ വയ്ക്കുന്ന മാതാപിതാക്കളും ചേച്ചിയും ചേട്ടനും അവിടെ എല്ലാ ഉത്തരവാദിത്വം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. ദയവ് ചെയ്ത് അവരെ ഉപദേശിച്ച് നമ്മൾ നന്നാക്കാൻ നോക്കരുത്. അവർ നന്നായിട്ട് ജീവിച്ചോളും. അതാണ് അവരുടെ. എനിക്ക് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നവരോട് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നാളെ അഞ്ജുവും അലക്സും ഒന്ന് ചേരുമ്പോൾ നാളെ മുതൽ അവരുടെ ജീവിതം അവരാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ ദുഃഖങ്ങളും അവരുടെ സന്തോഷങ്ങളും അവർ പങ്കുവെച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ജീവിത അവസാനം വരെ അവർ നാളെ പിടിക്കുന്ന കൈ വിടാതെ നോക്കാൻ അവർക്ക് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം, കർത്താവ് പീറ്ററിൻ്റെ കയ്യിൽ സ്വർഗത്തിൻ്റെ താക്കോല് കൊടുക്കുന്നുണ്ട്. നാളെ ഇവിടെ വരുമ്പോൾ അലക്സിൻ്റെ കയ്യിൽ അഞ്ജുവിൻ്റെ സ്വർഗത്തിൻ്റെ താക്കോലും അഞ്ജുവിൻ്റെ കയ്യിൽ അലക്സിൻ്റെ സ്വർഗത്തിൻ്റെ താക്കോലുമാണ് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വർഗത്തിൻ്റെ താക്കോലിരിക്കുക. അത് സ്വർഗമാക്കണോ അതോ എന്താക്കി മാറ്റണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അലക്സിനും അഞ്ജുവിനും വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് വേണ്ടിയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ വിവാഹത്തിന് വേണ്ടി പോകുമ്പോൾ ഇവരുടെ വിവാഹ വാഗ്ദാനമൊക്കെ അവർ ഏറ്റുചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളും ഏറ്റെടുത്ത വിവാഹ വാഗ്ദാനമൊക്കെ ഒന്നുകൂടെ ഒന്ന് പുതുക്കി ഇവരുടെ വിവാഹം ഒരു പുതുമയുള്ളതാകുന്നത് പോലെ നമ്മുടെ ജീവിതവും ഒരു പുതുമയുള്ളതാക്കി തീർക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. കാരണം പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടന്നാൽ മാത്രമേ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അലക്സിനും അഞ്ജുവിനും എല്ലാവിധ മംഗളങ്ങളും സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു പുതുവർഷത്തിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ ഈ ഒരു പുതുമ എന്നും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക. അതിനുവേണ്ടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്കൊരു നിമിഷം മൗനമായിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊന്ന് കുരിശ് വരയ്ക്കാം കേട്ടോ. കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനു ചേച്ചി ക്ഷണിക്കും. അനു ചേട്ടനെ മധുരം വെക്കട്ടെ. മധുരം വെക്കട്ടെ. മധുരം വെക്കട്ടെ. മധുരം വെച്ചോട്ടെ. നമ്മുടെ എല്ലാമായ നമ്മുടെ അലക്സ് കുട്ടൻ ഇതാ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്.
ರಾವಣ ಹರ್ಷಕೂಟ ಮತ್ತು ಒಂದು ರಾಕ್ಷಸರಾಡ ಪಕ್ಕದಲ್ಲ ವೀರ್ಯ ಕೊಟ್ಟನಾಡಿ ಶೌರ್ಯ ಮುಟ್ಟು ಮಾಡ ಕಾತುರು ವೀರ സിന്ദൂരം ചുമ്മാതെ എന്നാളും ചൂടന്മാര കൊലവെറിയുള്ളോര കയ്യോക്കിൻ തന്നേണം കണ്ടോടാ പടിയല്ലാത്തോര ഉടനടിയിട്ടോര കരാവക്കാര ഞങ്ങൾ വികാരമില്ല വൈകൾ കടാരകേന്ദ്രം നോക്കാതിടമ്മ ഈ ഒരു ഗതിയാണോടിൽ കണ്ണിൽ വിടാതിരുന്ന കൊള്ളാം ഇടഞ്ഞൊടുക്കെ തീർന്നേക്കാ കഴിഞ്ഞു വിടാം മോന ജോന നീ താഴെ ഒന്ന് പോടാ എമിലപ്പാപ്പയുടെ കൊടുത്തി അവിടെ ഫുഡ് കൊടുക്കാൻ പോകാനായിട്ട് താഴോട്ടില്ലേ എമിലപ്പാപ്പയുടെ കൊടുത്തി ഒന്ന് പോയിട്ട് അച്ഛാ വീഡിയോ
പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ തുടങ്ങട്ടെ. Yo soy Pablo Emilio Escobar Gaviria. Un día yo voy a ser presidente de la República de Colombia. Plata o plomo. Plata o plomo. Plata o plomo. Yo soy Pablo Emilio Escobar Gaviria. Plata o plomo. ഈശ്വര, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. ഇത് കൊള്ളാം. ഇത് കുറച്ചുകൂടെ കൊള്ളാം. കയ്യും മെയ്യും എന്നേക്കും വാഴ്കവേ പ്രീതി വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ പ്രീതി വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം. ഈ പിള്ളേർ
മാർഗം കളിന്ന് അറിയാമേ. ന്യൂ ജനറേഷൻ സ്റ്റൈലൊന്ന് മാറ്റിച്ചാലോടി. ഇമാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സൊക്കെ അങ്ങനെ. അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ട് ഏതാ ഉള്ളത്? So beautiful, so elegant, just looking like a flower.